ഇനി അടുത്തൊരു വികസനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നു. അത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഭീമൻപാറ തുരക്കാനുള്ള ബൂമറടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. 2043 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. ജോഷ്ല ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷ്ല, ജോഷ്ല, ഗുഡ് മോർണിംഗ്. അവിടേതാ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റിലായിരുന്നു ഇതിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്, ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം മലബാറിൻ്റെ വികസന കുതിപ്പിലേക്ക് വഴിയൊരുക്കുന്ന ഒരു ഇരട്ട തുരങ്കപാത, അതിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് വരുന്നത്. ജോഷ്ല, തീർച്ചയായും ഭദ്ര, കേരളത്തിന്റെ തന്നെ വികസനത്തിന്, അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ വികസന പാത തുറക്കുന്ന തുരങ്കപാത, ഇരട്ട തുരങ്കപാതയാണ് ഇവിടെ ആരംഭിക്കുന്നത്. മേപ്പാടി കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരാൻ പോകുന്ന മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ തുരങ്കപാത കൂടിയാണ് എന്നുള്ളതാണ്. ഏറ്റവും അഭിമാനകരമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗസ്റ്റ് 31-നാണ് മുഖ്യമന്ത്രി ഈ തുരങ്കപാതയ്ക്ക് തറക്കല്ലിട്ടത്. അതിനുശേഷം നടക്കുന്ന പ്രവൃത്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭീമൻപാറ തുരക്കാനുള്ള റോക്ക് ഡ്രിൽ ബൂമർ ഇന്നലെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ഡംപിംഗ് യാർഡ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തുരങ്കം ആരംഭിക്കുന്ന മേപ്പാടി മീനാക്ഷി കുന്ന് റോഡ് പണി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2043 കോടി രൂപയാണ് ഇതിൻ്റെ പ്രതീക്ഷിത ചിലവായി കണക്കാക്കുന്നത്. കൊങ്കൺ റെയിൽവേ ആണ് ഇതിൻ്റെ പണികൾ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് പിന്നീട് ദിലീപ് കോൺട്രാക്ടേഴ്സിന് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ തുരങ്കപാതയുടെ പണി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രഷറുകളുടെ പ്രവൃത്തി അതിവേഗം നടക്കുന്നു. തുരങ്കപാത നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ നിന്നാണ് രണ്ട് ഡ്രിൽ ബൂമർ എത്തിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ സംവിധാനത്തോടും കൂടി കാഠിന്യമേറിയ പാറകൾ തുരക്കുന്നത് ചെറിയ ശബ്ദത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ വലിയ സ്ഫോടനമില്ലാതെ ചെറിയ സ്ഫോടനത്തോടു കൂടിയായിരിക്കും ഈ കാഠിന്യമേറിയ പാറകൾ തുരക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് വലിയ കോട്ടമൊന്നും തട്ടാത്ത വിധത്തിൽ വലിയ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഒരേ സമയം തുരക്കുകയും മണ്ണ് പുറത്തേക്ക് എടുക്കുകയും അതേസമയം തന്നെ കവർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രവൃത്തികളൊക്കെ തന്നെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രകൃതിയെ ദോഷമായി ബാധിക്കാത്ത വിധത്തിൽ അതിൽ പോലും ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തി കട്ട് ആൻഡ് കവർ രീതിയിലായിരിക്കും നിർമ്മാണം. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയിലാണ് തുരക്കൽ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. രാജസ്ഥാനിൽ നിന്നടക്കം ഈ ബൂമർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ റോക്ക് ഡ്രിൽ ബൂമർ പ്രവർത്തിപ്പിക്കാൻ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധരായ തൊഴിലാളികളെ ആണ് രാജസ്ഥാനിൽ നിന്നടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഈ നാട്ടിലെ ആളുകൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വയനാട്ടിലെ വാഹന ഗതാഗത കുരുക്ക് തന്നെയാണ്. അതായത് നമുക്കറിയാം, ചുരം വഴിയുള്ള യാത്ര, ആ ചുരം വഴിയുള്ള യാത്രയിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് തൊഴിലാളികൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ചരക്ക് ലോറികൾ, ഇത്തരത്തിൽ എല്ലാ മേഖലയെയും ബാധിക്കുന്ന വ്യാവസായികമായും ഔദ്യോഗികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ വയനാടിനെ എങ്ങനെയാണോ പിന്നോട്ടേക്ക് അടുപ്പിച്ചത്, ആ പിന്നോട്ടേക്കുള്ള വയനാടിൻ്റെ യാത്രയെ മുന്നോട്ടുള്ള കുതിപ്പാക്കി മാറ്റാൻ ഈ ഇരട്ട തുരങ്കപാത അത്രയേറെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയമില്ല. നാട്ടുകാരുടെ കൂടി ഒരു വലിയ ജീവിത സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ കൂടെ നാട്ടുകാരനായ ബൈജുവേട്ടൻ, മേപ്പാടിക്കാരൻ കൂടിയാണ്, അദ്ദേഹമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് ഈ തുരങ്കപാത എന്നുള്ള വയനാടിൻ്റെ സ്വപ്നത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വയനാട്ടുകാരൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് ഈ പ്രദേശകാരൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ താമരശ്ശേരി ചുരം വലിയ ഗതാഗത പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് ചുരം.
നമുക്ക് പല ആവശ്യങ്ങളിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മണിക്കൂറുകളോളം നമ്മൾ അവിടെ കുടുങ്ങി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ ഈ തുരങ്കപാത എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലക്കാരുടെ സ്വപ്ന പദ്ധതി കൂടിയിട്ടാണ്. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ പറയുന്നത്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് വന്നാൽ നമ്മുടെ വയനാടിന്, പ്രത്യേകിച്ച് കേരളത്തിനും വയനാടിന് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ തന്നെ വളരെയധികം കുതിച്ച് ചാട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. വയനാട്ടിലെ സാധാരണക്കാരനെ ഇത് ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത്? സാധാരണക്കാരനെ സ്വാധീനിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ യാത്ര തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ട്രെയിന് കയറണമെങ്കിൽ നമ്മൾ കോഴിക്കോട് പോകണം. പുറത്തേക്ക് എവിടെയെങ്കിലും പോകണം, ട്രെയിന് കയറണമെങ്കിൽ കോഴിക്കോട് പോകണം. കോഴിക്കോട് നമ്മൾ പോകുന്നതിന് 3-4 മണിക്കൂർ മുന്നേ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടാലേ നമുക്ക് ആ ട്രെയിൻ കൃത്യസമയത്ത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ വിമാനയാത്രകൾ ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരുപാട് യാത്രകൾ, വിദേശത്തെ യാത്ര ഉൾപ്പെടെ കുറേ മണിക്കൂറുകളോളം നമ്മൾ യാത്ര ചെയ്താലേ ഈ സംഭവം നടക്കുള്ളൂ. പക്ഷേ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നത് കൂടി ഇതിൻ്റെ എത്രത്തോളം നല്ല രീതിയിൽ തന്നെ പരിഹാരം കാണുന്നതാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാർഷിക മേഖലയുടെ ഒരു വികസനത്തെ, കാർഷിക മേഖലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാവും. കാരണം നമുക്ക് ഈ സാധനങ്ങൾ, കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും അതിപ്പോൾ ഈ വയനാട് ജില്ലയിൽ തന്നെയാണ്. മറ്റു മാർഗങ്ങളോട് കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ തുരങ്കപാത യാഥാർത്ഥ്യമായി ഇതിൻ്റെയൊക്കെ ലഭ്യതയും കൊടുക്കുന്നതും വളരെയധികം നല്ല രീതിയിൽ തന്നെ നടക്കുന്നതാണ് പറയാനുള്ളത് ഇതിനകത്ത്. ഭദ്ര, ഇതാണ് വയനാടിന്റെ മാത്രമല്ല കാർഷിക മേഖലയുടെ വികസനം എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ ഒരു വലിയ വികസനം കൂടിയാണ്. അതുപോലെ തന്നെ മലബാറിന്റെ തന്നെ സ്വപ്നങ്ങളാണ് പൂവണിയാൻ പോകുന്നത്. പുരോഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് എല്ലാ മേഖലകളെയും, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, വാണിജ്യ മേഖല, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള എല്ലാ മേഖലകളെയും ഒരുപോലെ വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഇരട്ട തുരങ്ക പാതയാണ് വരാൻ പോകുന്നത്. അതും പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന കുറേ ആളുകൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പോലും പ്രകൃതിയെ അത്ര പോലും ദോഷമായി ബാധിക്കാത്ത വിധത്തിൽ ഓരോ മണിക്കൂറുകളിലും, അതായത് ഇതിൻ്റെ പണി ആരംഭിക്കുമ്പോൾ കട്ട് ആൻഡ് കവർ രീതിയിൽ, ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കട്ട് ആൻഡ് കവർ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും, അതായത് തുരക്കുന്നത് പോലും, മണ്ണെടുക്കുന്നത്, തുരക്കുന്നത്, അത് അപ്പോൾ തന്നെ കവർ ചെയ്യുന്നത് എന്നുള്ള രീതികളൊക്കെ തന്നെ വലിയൊരു പ്രകമ്പനമില്ലാതെ, കുന്നുകൾക്ക് വലിയൊരു പ്രകമ്പനമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതൊക്കെ തന്നെ വലിയ സാങ്കേതിക വിദ്യകളോടുകൂടി നടത്താൻ പോകുന്നത്. അതിനുള്ള എല്ലാ യന്ത്രങ്ങളും ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് തുരക്കുന്ന പ്രവൃത്തികൾ കൂടി ആരംഭിക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റ് റോഡുകളൊക്കെ തന്നെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വയനാടിൻ്റെ തന്നെ വലിയ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. ഭദ്ര.